നമ്മുടെ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ് ടാക്സോണമിക് എയ്ഡ്സ് എന്ന് പറയുന്നത്. സോ എന്താണ് ടാക്സോണമിക് എയ്ഡ്സ്? ടാക്സോണമിക് സ്റ്റഡീസിന് വേണ്ടി നമ്മൾ പ്ലാന്റ്സിനെയും എനിമൽസിനെയും കളക്ട് ചെയ്ത് പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാക്സോണമിക് എയ്ഡ്സ് എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഈസ് എ കളക്ഷൻ ഓഫ് സ്പെസിമെൻസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ദാറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ടാക്സോണമിക് സ്റ്റഡീസ്. എന്താണ് അവിടെ ടാക്സോണമിക് സ്റ്റഡീസ് എന്നോട് ഉദ്ദേശിക്കുന്നത്? അതെ, നമുക്കറിയാം ടാക്സോണമി, അതായത് ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ ടാക്സോണമിക് എയ്ഡ്സ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഓർഗാനിസത്തിനെ നമ്മൾ കണ്ടെത്തി. ഈ ഓർഗാനിസത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനും അതിനെ ക്ലാസിഫൈ ചെയ്യുന്നതിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓൾറെഡി നമുക്ക് പ്രിസർവ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ് ആൻഡ് എനിമൽസിനെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിനെ കമ്പയർ ചെയ്തിട്ടൊക്കെ നമുക്ക് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് ടാക്സോണമിക് എയ്ഡ്സ്, അതായത് പ്രത്യേകിച്ച് ഒന്നുമില്ല, പ്ലാന്റ്സിനെ എനിമൽസിനെ കളക്ഷൻ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മളെ ടാക്സോണമിക് എയ്ഡ്സ് എന്ന് നോക്കാം. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഹെർബേറിയം. നമ്മൾ കേട്ടിട്ടുണ്ടാവും ഹെർബേറിയം, പോയിട്ടൊക്കെ ഉണ്ടാവും, നിങ്ങൾ പലരും ഹെർബേറിയം ഒക്കെ കാണാൻ പോയിട്ടുണ്ടാവും. ഹെർബേറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ്. ഇറ്റ് ഈസ് എ സ്റ്റോർ ഹൗസ് ഓഫ് കളക്റ്റഡ് പ്ലാന്റ് സ്പെസിമെൻസ് ദാറ്റ് ആർ. എങ്ങനെയാണ് നമ്മളിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു പ്ലാന്റിനെ കണ്ടെത്തി, ആ പ്ലാന്റിനെ എടുത്തു. ഈ പ്ലാന്റിനെ ആദ്യം എന്ത് ചെയ്യണം? ഡ്രൈ ചെയ്യണം. ദെൻ നമ്മളതിനെ പ്രസ് ചെയ്യണം. അപ്പം നമ്മൾ ഈ ബുക്കിൻ്റെ ഇടയിലൊക്കെ മയിൽപ്പീലിയും അതുപോലെ തന്നെ റോസാ ചെടിയൊക്കെ വെക്കില്ലേ, റോസാപ്പൂവൊക്കെ വെക്കില്ലേ, അതുപോലെ ഈ പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? നന്നായി പ്രസ് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ പ്രിസർവ് ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ പ്രിസർവ് ചെയ്യുന്നത് ഒരു പ്രത്യേക തരം ഷീറ്റിലാണ്. ആൻഡ് ദാറ്റ് ഷീറ്റ് ഈസ് നോൺ ആസ് ഹെർബേറിയം ഷീറ്റ്സ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ഒരു ഹെർബേറിയം ഷീറ്റ് എടുത്ത് പ്ലാന്റിനെ ഡ്രൈ ചെയ്തു, നമ്മൾ എന്ത് ചെയ്തു? അതിനെ പ്രസ് ചെയ്തു, ദെൻ അതിൽ പ്രിസർവ് ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെ ഈ പ്രിസർവ് ചെയ്തിട്ടുള്ള ഹെർബേറിയം ഷീറ്റ്സ്, പ്ലാന്റ്സിൻ്റെ ഹെർബേറിയം ഷീറ്റ്സിനെ ഒക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ആ സ്റ്റോർ ഹൗസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹെർബേറിയം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സോ ഇവിടെ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ലിവിങ് ആണോ അത് ഡെഡ് ആണോ? ഡെഡ് ഫോമിലുള്ള പ്ലാന്റ്സ് ആണ് ഹെർബേറിയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ദെൻ ഹെർബേറിയം ഷീറ്റ്, നമ്മൾ ഈ ഹെർബേറിയത്തിൽ പോയാൽ ഈ ഹെർബേറിയം ഷീറ്റ്സിനൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഓരോന്നിനും എന്ത് ചെയ്തിട്ടുള്ളത്? അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ അല്ലേ? ദെൻ ഇറ്റ് ക്യാരീസ് എ ലേബൽ. ഇപ്പം നമ്മുടെ ഹെർബേറിയം ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തുണ്ടായിരിക്കും? നമ്മുടെ പ്ലാന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഈ പ്ലാന്റ് കൂടാതെ ഈ പ്ലാന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് അറിയണ്ടേ? അതിനു വേണ്ടി ഇവിടെ ഒരു ലേബൽ ഉണ്ടായിരിക്കും. ഈ ലേബലിൽ എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ടാവും? ഇൻഫോർമേഷൻ അബൌട്ട് ദ പ്ലേസ് ആൻഡ് ഡേറ്റ് ഓഫ് കളക്ഷൻ. ഈ പ്ലാന്റ് നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? പ്ലേസ്, എന്നാണ് നമ്മളത് കണ്ടെത്തിയത്? ഇപ്പം നമ്മളിത് കണ്ടെത്തിയത് തൃശ്ശൂരിൽ നിന്നാണ് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ തൃശ്ശൂരിന് എഴുതുന്നു. ഓക്കെ, ഡേറ്റ് എന്താ വെച്ചാൽ നമ്മൾ എഴുതുന്നു 2/3/2023 എന്താ വെച്ചാൽ നമ്മൾ എഴുതുന്നു. ഓക്കെ, ഡേറ്റ് എഴുതി, പ്ലേസ് എഴുതി. ദെൻ നമ്മൾ എന്ത് എഴുതുന്നു? ഈ പ്ലാന്റിൻ്റെ ബൊട്ടാനിക്കൽ നെയിം എഴുതും. സോ വാട്ട് ഈസ് മീൻ ബൈ ബൊട്ടാനിക്കൽ നെയിം? നമ്മൾ ICBN പഠിച്ചിട്ടുണ്ട് അല്ലേ? സോ ICBN അതിനൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളൊരു ബൊട്ടാനിക്കൽ ഒരു സയൻറ്റിഫിക് നെയിം അതുണ്ടാവും. സോ ആ നെയിം നമ്മൾ അവിടെ എഴുതും. പിന്നെ ഈ പ്ലാന്റിനെ ഫസ്റ്റ് കണ്ടെത്തിയ ഒരാളുണ്ടാവുമല്ലോ, അതിനെ കളക്ട് ചെയ്ത ആളുണ്ടാവുമല്ലോ, അപ്പോൾ അയാളുടെ പേര് നമ്മൾ അവിടെ എഴുതണം. അതായത് കളക്ടറിൻ്റെ പേരും എവിടെ ഉണ്ടായിരിക്കും? നമ്മുടെ ഈ ലേബൽ പോർഷനിലുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഹെർബേറിയം നമ്മൾ എന്ത് ചെയ്യണം? ലേബലിയും കൂടി വേണം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, then this herbaria is considered as a quick referral system in taxonomic studies. നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ടാക്സോണമിക് സ്റ്റഡീസിനാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു പെട്ടെന്ന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വിക്ക് റെഫറൽ സിസ്റ്റം ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്, ഹെർബേറിയം ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു പ്ലാന്റിനെ കണ്ടു, ഇതും നമ്മുടെ ഹെർബേറിയത്തിലേക്ക് ചെല്ലുക, ഈ പ്ലാന്റും അവിടെ ഇരിക്കുന്ന പ്ലാന്റും സെയിം ആണോ, സിമിലാരിറ്റീസ് ഉണ്ടോ, നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഇറ്റ്സ് എ ക്വിക്ക് റെഫറൽ സിസ്റ്റം. ഓക്കെ, സോ ഹെർബേറിയം ക്ലിയർ അല്ലേ? ഓക്കെ, ദ നെക്സ്റ്റ് ടാക്സോണമിക് എയ്ഡ് ആണ് ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പോയിട്ടും ഉണ്ടാവും. സോ ബൊട്ടാനിക്കൽ ഗാർഡനിൽ എന്താ ഉണ്ടാവുക? അതെ, പ്ലാന്റ്സ് ഉണ്ടാവുക. പക്ഷേ ഇവിടെ ഏത് പ്ലാന്റ്സ് ഉണ്ടാവുക? ലിവിങ് പ്ലാന്റ്സ് ആണുള്ളത്. നമ്മൾ ഹെർബേറിയത്തിൽ ഡൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ലിവിങ് പ്ലാന്റ്സ് ആണ്.
This is also for the reference purpose. നമുക്ക് പഠിത്തത്തിനും റെഫറൻസ് ചെയ്യാനും അതുപോലെ ടാക്സോണമിക് സ്റ്റഡീസിനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ബൊട്ടാനിക്കൽ ഗാർഡൻസ് യൂസ് ചെയ്യും. അതായത് കുറച്ച് പ്ലാന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പെർട്ടിക്കുലർ സ്പേസിൽ എന്ത് ചെയ്യുന്നു, ഗ്രോ ചെയ്യിപ്പിക്കുന്നു. സോ ദിസ് ഈസ് എ ബൊട്ടാനിക്കൽ ഗാർഡൻ. ഇറ്റ്സ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ പർപ്പസ്. നമ്മുടെ ഹെർബേറിയത്തിൽ ഒരു ലേബൽ ഉണ്ട് നമ്മൾ പറഞ്ഞില്ലേ, ഇതുപോലെ നമ്മുടെ ചെടിയുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടാഗ് ഘടിപ്പിക്കും. സോ ഈ ടാഗിൽ എന്തെല്ലാം ഇൻഫോർമേഷൻസ് ഉണ്ടാവും, ഈ പ്ലാന്റിൻ്റെ ബൊട്ടാനിക്കൽ അഥവാ സയൻറ്റിഫിക് നെയിമും അത് ഉൾപ്പെടുന്ന ഫാമിലീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് എന്തിലുള്ളത്, ഈ പ്ലാന്റിനെ ടാഗ് ചെയ്തിട്ടുള്ള പേപ്പറിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഓരോ പ്ലാന്റിനെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ലേബൽ ചെയ്തിട്ടുണ്ടാവും. ലേബലിൽ അതിൻ്റെ ബൊട്ടാനിക്കൽ നെയിമും അത് ഉൾപ്പെടുന്ന ഫാമിലി ആയിരിക്കും ഉണ്ടാവുക. Okay, so it is a collection of living plants. It's mainly for the identification and classification purpose. So the clear ആണോ? Okay. Then നമ്മളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് ബൊട്ടാനിക്കൽ ഗാർഡൻസിൻ്റെ പേരാണ് തന്നിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 1 word ക്വസ്റ്റ്യനിലൊക്കെ വരും. ഏതൊക്കെയാ? ഫസ്റ്റ് വൺ ഈസ് ക്യൂ. എവിടെയാ? ഇംഗ്ലണ്ടിലാണ്. ദെൻ ഇന്ത്യൻ ബൊട്ടാനിക്കൽ ഗാർഡൻ, ദാറ്റ്സ് സിറ്റുവേറ്റഡ് ഇൻ ഹോവ്ര. ദെൻ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ലക്നൗ, ഇന്ത്യ. സോ ഇതാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേമസ് ബൊട്ടാനിക്കൽ ഗാർഡൻ. അപ്പോൾ ഏതെങ്കിലും ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 1 വേർഡിന് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ടാക്സോണമിക് എയ്ഡാണ് മ്യൂസിയം. മ്യൂസിയം നമുക്കറിയാം അല്ലേ, നമ്മൾ പോയിട്ടുണ്ട്. സോ മ്യൂസിയത്തിൽ എന്തൊക്കെ ഉണ്ടാവുക, പ്ലാന്റ്സും ഉണ്ടാവും, എനിമൽസും ഉണ്ടാവും അല്ലേ. സോ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് എനിമൽ സ്പെസിമെൻസ്. ഇറ്റ് ഈസ് ആൾസോ ഫോർ റെഫറൻസ് പർപ്പസ്, സ്റ്റഡി പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്ലാന്റ്സിനും അനിമൽസിനൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഒരു പ്ലാന്റിനെ കണ്ടു, ഈ പ്ലാന്റ് കുറച്ച് യൂണീക്കാണ്. സോ ആ പ്ലാന്റ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു, എന്നിട്ട് അതിനെ പ്രിസർവ് ചെയ്ത് വെച്ചു. സോ എന്നിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഫർദർ സ്റ്റഡീസ്, ഫ്യൂച്ചറിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യാനും ഈ പ്രിസർവേഷൻ സഹായിക്കും. ഒന്നില്ലെങ്കിൽ നമുക്ക് കണ്ടെയ്നേഴ്സിലോ ജാർസിലോ ആക്കിയിട്ടൊക്കെ ഇതിനെ പ്രിസർവ് ചെയ്യാം. സോ ഇങ്ങനെ പ്രിസർവ് ചെയ്യുന്നതിന് വേണ്ടി പ്രിസർവേറ്റീവ് സൊല്യൂഷൻസ് നമ്മൾ അവിടെ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം. ഓക്കെ, so specimens are preserved in jar or container or in preservative solution. Okay, clear ആണോ? Okay, then plant and animal specimens can also be preserved in the form of dry specimen. അതായത് നമ്മൾ പ്ലാന്റിനെയും നമ്മൾ ഹെർബേറിയത്തിൽ പറഞ്ഞ പോലെ പ്ലാന്റിനെ നമ്മൾ എന്ത് ചെയ്യാം, ഡ്രൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിസർവ് ചെയ്യാം. അതുപോലെ സം എനിമൽ സ്പീഷീസ് ക്യാൻ ഓൾസോ ഡ്രൈ ചെയ്തിട്ട് അതിനെ കുറേ കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസർവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡ്രൈ സ്പെസിമെനായിട്ട് പ്രിസർവ് ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് കേസാണ് ഇൻസെക്റ്റ് എന്ന് പറയുന്നത്. ഇൻസെക്റ്റിനെ നമുക്ക് എങ്ങനെ പ്രിസർവ് ചെയ്യാം, ഇൻസെക്റ്റ് ബോക്സിലാക്കിയിട്ട് പ്രിസർവ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഇൻസെക്റ്റ് ബോക്സ്. സോ ഇൻസെക്റ്റ് ബോക്സിൽ ഒരു തെർമോകോൾ വയ്ക്കും. ഈ തെർമോകോളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഇൻസെക്റ്റിനെ പ്രിസർവ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഇൻസെക്റ്റിനെ കളക്ട് ചെയ്തു കേട്ടോ. കളക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുക, അതിനെ ഡ്രൈ ചെയ്യും. ഓക്കെ, ഡ്രൈ ചെയ്തതിനു ശേഷം ആദ്യം കളക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ അതിനെ കൊല്ലണ്ടേ, അതിനെ കില്ല് ചെയ്യുന്നു. ദെൻ അതിനെ ഡ്രൈ ചെയ്തതിനു ശേഷം ഇൻസെക്റ്റ് പിന്ന് കിട്ടും, ഇൻസെക്റ്റിനെ കുത്തി വയ്ക്കാനുള്ള ഇൻസെക്റ്റ് പിന്ന് കിട്ടും. ഈ ഇൻസെക്റ്റ് പിന്ന് യൂസ് ചെയ്ത് നമ്മുടെ ഇൻസെക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഈ തെർമോകോളിൽ എന്ത് ചെയ്യുന്നു, പിൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ, ഈ പിൻ ചെയ്ത് വെക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടുള്ളത്. സോ അതൊരു ടാഗും അതിൻ്റെ ഒപ്പം വെക്കും. ഈ ടാഗിൽ ആ ഇൻസെക്റ്റിൻ്റെ പേരും സയൻറ്റിഫിക് നെയിമും അതിൻ്റെ ഫാമിലീസും ഒക്കെ എന്ത് ചെയ്തിരിക്കുന്നതാവും, ലേബിൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, സോ ഇൻസെക്റ്റിനെ നമുക്ക് പ്രിസർവ് ചെയ്യാം. ഫസ്റ്റ് കളക്ഷൻ, കില്ലിംഗ് ആൻഡ് ഫൈനലി പിൻ ചെയ്ത് വയ്ക്കും. ഓക്കെ, ദെൻ ലാർജ് ആയിട്ടുള്ള അനിമൽസാണ് വിചാരിക്കാം. സോ നമ്മളിപ്പോൾ ബേർഡ്സിനൊക്കെ കണ്ടിട്ടുണ്ടാവും. ലാർജ് അനിമൽസിനെ യൂഷ്വലി നമ്മൾ സ്റ്റഫ്ഡ് ഫോമിലായിരിക്കും വെക്കേണ്ടത്. ഓക്കെ, ഇത് കൂടാതെ നമുക്കൊരു മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻസിൻ്റെ അതുപോലെ മറ്റ് പല അനിമൽസിൻ്റെയൊക്കെ സ്കെൽട്ടൻസും കാണാൻ പറ്റും. കളക്ഷൻ ഓഫ് സ്കെൽട്ടൻസ് ഓഫ് അനിമൽസ്. അപ്പോൾ മ്യൂസിയം എന്ന് പറയുമ്പോൾ നമുക്ക് പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയൊക്കെ മൊത്തമുള്ളൊരു കളക്ഷനാണ് അവിടെ കാണാൻ പറ്റുക. അവിടെ ഡൈഡ് ഫോമിലാണ് കേട്ടോ, ഡൈഡ് ഫോമിലാണ് ലിവിങ് ആയിട്ടുള്ള ആൾക്കാരെ എല്ലാം മ്യൂസിയത്തിൽ കളക്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം, സുവോളജിക്കൽ പാർക്സ്. എന്തായി സുവോളജിക്കൽ പാർക്സ്? നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന നമ്മുടെ സൂ ആണ് ഈ സുവോളജിക്കൽ പാർക്ക്. ഈ സൂവിൽ എന്താ ഉണ്ടാവുക, ലിവിങ് ആയിട്ടുള്ള എനിമൽസ് ഉണ്ടാവും. സോ ലിവിങ് ആയിട്ടുള്ള വൈൽഡ് എനിമൽസിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് വളർത്തുന്ന ഒരു ഏരിയയാണ് നമ്മുടെ സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നു, ഒരു പ്രത്യേക തരം
ഒരു എൻവയോൺമെൻറ്റ്, അതിനാവശ്യമായിട്ടുള്ള സ്യൂട്ടബിൾ എൻവയോൺമെൻറ്റും അതുപോലെ ഫുഡും ഒക്കെ കൊടുത്ത് ഒരു പെർട്ടിക്കുലർ പ്ലേസിന് അതിനെന്ത് ചെയ്യുന്നു, വളർത്തുന്ന ഒരു പരിപാടിയാണ് സുവോളജിക്കൽ പാർക്ക് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമുക്ക് വളർത്തുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താ? ഇതിൻ്റെ ഫുഡ് ഹാബിറ്റ്സ്, അതിൻ്റെ ബിഹേവിയേഴ്സ്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ സുവോളജിക്കൽ പാർക്ക് ഇസ് അനദർ ടാക്സോണമിക് എയ്ഡ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? സോ ദ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് കീ ആണ്. സോ നമുക്കറിയാം എന്താ കീ? താക്കോൽ അല്ലേ? താക്കോൽ എന്താ യൂസ് ചെയ്യുക? പൂട്ട് തുറക്കാനാണ് യൂസ് ചെയ്യുക. ഹിയർ ദ കീ ഈസ് യൂസ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ്. ഒരു പ്ലാന്റിനെയോ അല്ലെങ്കിൽ ഒരു എനിമലിനെയോ കണ്ട അതിൻ്റെ പൂട്ട് തുറക്കാൻ, അതായത് അതെന്താണ്, അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, അത് ഏത് ക്ലാസ്സിൽ വരുന്നതാണ്, അത് ഇതിനെ ക്ലാസിഫൈ ചെയ്യാനൊക്കെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? കീ യൂസ് ചെയ്യുന്നത്. ഇതൊരു ലിസ്റ്റാണ് ദാറ്റ് യൂസ് ഫോർ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ് ദാറ്റ്സ് മെയിൻലി ബേസ്ഡ് ഓൺ ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. ഒരു ലിസ്റ്റ് എടുത്തു, ഒരു പ്ലാന്റ് എടുത്തു, ആ ലിസ്റ്റിലുള്ള ഫീച്ചേഴ്സ് പ്ലാന്റ്സിനുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി ബേസിന് അതാണ് നമ്മൾ ആ ഓർഗാനിസത്തിനെ എന്ത് ചെയ്യുന്നത്? ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, കീ എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, അതെ. The keys are based on the contrasting characters in a pair. ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈറ്റ് ഈസ് എ ക്യാരക്ടർ. സോ ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഉള്ള ഓർഗാനിസംസ് ഉണ്ടാവും, ഹൈറ്റ് ഇല്ലാത്ത ഓർഗാനിസംസ് ഉണ്ടാവും അല്ലേ? സോ ടോൾ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ടാവും, അതുപോലെ തന്നെ ഹൈറ്റ് കുറവുള്ള ആൾക്കാരുണ്ടാവില്ലേ? സോ ടോൾ ആൻഡ് ഓഫ്. ഓക്കെ, ടോളും ഉണ്ടാവും, ഡോഫും ഉണ്ടാവും. ഇപ്പം നമ്മളൊരു ഓർഗാനിസത്തിനെ എടുത്തു, ജിറാഫ്. നമ്മൾ ജിറാഫിനെയാണ് എടുത്തത്. ഓക്കെ, ജിറാഫ് എടുത്തു. സോ ജിറാഫ് എന്ന് പറഞ്ഞ ഓർഗാനിസത്തിന് നമ്മളിങ്ങനെ എന്ത് ചെയ്തു? നന്നായിട്ട് അനലൈസ് ചെയ്തു. ദെൻ നമ്മുടെ കയ്യിലുള്ള ക്യാരക്ടർ ഏതാ? ഹൈറ്റ്. സോ ഈ ക്യാരക്ടർ എടുത്ത് നമ്മൾ രണ്ട് കോൺട്രാസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് എന്താ? ജിറാഫ് എന്താണ്? ദ ഓർഗാനിസം ഈസ് ടോൾ, അതർ വൺ ഈസ് ദ ഓർഗാനിസം ഈസ് ഡോഫ്. സോ ദ ടു കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ആർ കോൾഡ് ആസ് എ കപ്ലറ്റ്. അപ്പോൾ ഒരു കീയില് ഒരു ക്യാരക്ടർ ഉണ്ടാവും, ആ ക്യാരക്ടറിന് രണ്ട് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആൻഡ് ദീസ് ടു കോൺട്രാസ്റ്റിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കോൾഡ് ആസ് എ കപ്ലറ്റ്. ഓക്കെ, അപ്പോൾ ടോൾ ആൻഡ് ഓഫ് ഇസ് കോൾഡ് ആസ് എ കപ്ലറ്റ്. ദെൻ ഈച്ച് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഇപ്പോൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ടോളാണ് അല്ലെങ്കിൽ ഡോഫാണ് എന്ന് പറയുന്ന ഓരോ സ്റ്റേറ്റ്മെൻറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ലീഡ്. ഓക്കെ, സോ രണ്ട് ക്യാരക്ടേഴ്സിനെ, രണ്ട് കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് നമ്മൾ കപ്ലറ്റ് എന്നും, ഒറ്റ ക്യാരക്ടർ, ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിനെ നമ്മൾ എന്ത് വിളിച്ചു? ലീഡ് എന്ന് വിളിച്ചു. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ നമ്മൾ എന്ത് ചെയ്തു? ഓർഗാനിസം എടുത്തു, അനലൈസ് ചെയ്തു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സിമിലാരിറ്റി ഡിസിമിലാരിറ്റി ചെക്ക് ചെയ്തു. either that lead to the acceptance or the rejection of that statement. ഇപ്പോൾ ജിറാഫ് എടുത്തു, ജിറാഫ് ടോൾ ആണ് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തു, ഡോഫ് ആണ് ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. സോ ദാറ്റ് ലീഡ് ടു അക്സെപ്റ്റൻസ് ആൻഡ് റിജക്ഷൻ. സോ there are separate taxonomic keys. നമുക്കറിയാം പല ടാക്സാസ് ഉണ്ട് അല്ലേ? നമുക്കറിയാം സ്പീഷ്യസ് ലെവൽ, ജീനസ് ലെവൽ, ഫാമിലി, ഓർഡർ. അപ്പോൾ ഓരോ ടാക്സ ലെവലിനും ഓരോ ടാക്സോണമിക് കാറ്റഗറീസിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടാക്സോണമിക് കീസ് എന്തുണ്ട്? അവൈലബിൾ ആയിട്ടുണ്ട്. Okay, so there are separate taxonomic keys which are required for different taxonomic categories. Clear ആണോ? So there are some other means for the storing of the descriptions of the plants and animals includes flora, manuals and monograph. അപ്പോൾ എന്താണ് ഫ്ലോറ എന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ഗീവൻ ഏരിയ എടുത്തു, ഒരു ഏരിയയിൽ അവിടെയുള്ള പ്ലാന്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഫ്ലോറ ചെക്ക് ചെയ്താൽ നമുക്ക് കിട്ടും. Then another one is manual. നമ്മളൊരു പെർട്ടിക്കുലർ ഏരിയ എടുത്തു, ആ പെർട്ടിക്കുലർ ഏരിയയിൽ ഒരു സ്പീഷ്യസ് ഉണ്ട്, അപ്പോൾ ആ സ്പീഷ്യസിൻ്റെ നെയിം ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മാനുവൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then another one is known as monograph. So monograph which contain the information of any one taxon. ഏതെങ്കിലും ഒരു ടാക്സോണിൻ്റെ ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മുടെ മോണോഗ്രാഫിൽ ഉണ്ടാവുക. സ്പീഷ്യസോ ജീനസോ ഫാമിലിയോ ഓർഡറോ ഏതെങ്കിലും ഒരു ടാക്സോണിൻ്റെ ഇൻഫോർമേഷൻ മാത്രമായിരിക്കും ഇതിലുണ്ടാവുക, മോണോഗ്രാഫിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, ക്ലിയർ ആണോ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് നമുക്ക് ഒരു ടാക്സോണമിക് ഹൈറാർക്കി തന്നിട്ടുണ്ട് അല്ലേ?
എന്നിട്ട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? കറക്റ്റ് ദ മിസ്റ്റേക്സ് ഓഫ് ദി ഫ്ലോ ചാർട്ട് ടു ഗെറ്റ് ദ ഹയറാർക്കിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ടൈഗർ. നമുക്ക് ടൈഗറിൻ്റെ ഹയറാർക്കിക്കൽ അറേഞ്ച്മെന്റ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? തെറ്റ് തിരുത്തിയിട്ട് അസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. ഓക്കെ, എന്താ അതിൻ്റെ തെറ്റ് നോക്കി ഓക്കെ. സോ കിങ്ഡം കാർണിവോറ. കാർണിവോറ കിങ്ഡം ആണോ? അല്ല, ഇറ്റ്സ് എ ഓർഡർ ആണല്ലേ. ദെൻ ഫൈലം മമേലിയ. മമേലിയ എന്താ? മമേലിയ എന്ന് പറയുന്നത് ക്ലാസ് ആണല്ലേ. ദെൻ ക്ലാസ് ഫെലിഡേ. ഫെലിഡേ എന്താ? ഫെലിഡേ ഇസ് എ ഫാമിലി. ഈ ഡേ വെച്ച് എൻഡ് ചെയ്യുന്നതൊക്കെ എന്തായിരിക്കും? ഫാമിലി ആയിരിക്കും കേട്ടോ. സോ ശ്രദ്ധിച്ചാൽ മതി. ഫെലിഡേ ഇസ് എ ഫാമിലി. ദെൻ അനദർ വൺ ഈസ് ഓർഡർ. ഓർഡർ കോഡേറ്റ. കോഡേറ്റ ഓർഡർ ആണോ? അല്ല, കോഡേറ്റ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഫൈലം ആണല്ലേ. ദെൻ നെക്സ്റ്റ് വൺ ഫാമിലി. ഏതാ ഫാമിലി തന്നിട്ടുള്ളത്? ടൈഗ്രസ്. നമുക്കറിയാം ടൈഗറിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താ? പാന്തിറ ടൈഗ്രസ്. സോ ടൈഗ്രസ് ഈസ് സ്പീഷ്യസ് നെയിം ആൻഡ് പാന്തിറ ഈസ് എ ജീനസ് നെയിം. ഓക്കെ, ദെൻ ജീനസ് നെയിം എന്താ തന്നിട്ടുള്ളത്? ആനിമേലിയ ആണല്ലേ തന്നിട്ടുള്ളത്. നമുക്കറിയാം ആനിമേലിയ എന്താ? ഇറ്റ്സ് കിങ്ഡം ആണല്ലേ. കിങ്ഡം ആനിമാലിയ. ആനിമൽസ് വരുന്ന കിങ്ഡം ആണ് ആനിമേലിയ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് റീറൈറ്റ് ചെയ്തു. സോ ദ കിങ്ഡം ആനിമാലിയ, ഫൈലം കോഡേറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ കാർണിവോറ, ഫാമിലി ഫെലിഡേ, then genus and species Panthera tigris. So this is a hierarchical arrangement of tiger. Taxonomic hierarchy of tiger. Clear ആണോ? സോ ഇതുകൊണ്ടാണ് ടാക്സോണമിക് ഹൈറാർക്കി എന്താണ്, അതിൻ്റെ ഓർഡർ എന്താണ് ക്ലിയർ ആയി പഠിച്ചിരിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കാം, അല്ലാതെ ജസ്റ്റ് ടാക്സോണമിക് ഹൈറാർക്കി എന്താണെന്നും അതിൻ്റെ ഓർഡറും മാത്രമായിട്ട് ചോദിക്കാം. ഓക്കെ ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ് വി ഗോ ഫ്രം സ്പീഷ്യസ് ടു കിങ്ഡം, the taxonomic hierarchy, the number of common characteristics. നമ്മൾ സ്പീഷ്യസിൽ നിന്ന് കിങ്ഡത്തിലോട്ട് പോകുന്നതിനനുസരിച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു എന്താ സംഭവിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡിക്രീസ് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാം, ചേഞ്ച് ഇല്ലാതെ തന്നെ അതേപോലെ നിൽക്കാം, ഇൻക്രീസ് ചെയ്യാമായിരിക്കാം അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യാമായിരിക്കാം. എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം എന്താ? ഡിക്രീസ് ചെയ്യും അല്ലേ. സോ ഇറ്റ് വിൽ ഡിക്രീസ്. സ്പീഷീസിലെ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, അവർ ഷെയർ ചെയ്യുന്ന കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലായിരിക്കും. മുകളിലോട്ട് പോകും തോറും അവർ ഷെയർ ചെയ്യുന്ന കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പറഞ്ഞു ICBN ആൻഡ് ICZN എപ്പോഴും ചോദിക്കുന്നതാണ്. ICBN ആൻഡ് ICZN എക്സ്പാൻഡ് ചെയ്യാൻ. എന്താ ICBN? യെസ്, ഇറ്റ്സ് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ICZN ഈസ് ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഇതിൻ്റെ റൂൾസും ചോദിക്കാം കേട്ടോ. ദ റൂൾസ് ഓഫ് നെയിമിംഗ് നോമൻക്ലേച്ചർ. അതിൽ ആ 5 റൂൾസും അതേപോലെ തന്നെ പഠിക്കണം. ഓക്കെ, അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ യു ആർ പ്രൊവൈഡഡ് വിത്ത് എ സ്റ്റഫ്ഡ് റാബിറ്റ് ആൻഡ് ഡ്രൈഡ് ലീഫ്. അപ്പം നിങ്ങൾക്ക് ഒരു സ്റ്റഫ്ഡ് റാബിറ്റും തന്നിട്ടുണ്ട്, ഡ്രൈഡ് ആയിട്ടുള്ള ലീഫും തന്നിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് വിച്ച് ടാക്സോണമിക് എയ്ഡ് വിൽ യു ചൂസ് ടു സ്റ്റോർ ദം? ഏത് ടാക്സോണമിക് എയ്ഡ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് സ്റ്റഫ്ഡ് റാബിറ്റ്, ലാർജ് ആയിട്ടുള്ള അനിമൽ അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റഫ് ചെയ്തിട്ടാണ് സൂക്ഷിച്ച് വയ്ക്കുക. എവിടെയാണ് സൂക്ഷിച്ച് വയ്ക്കുക? യെസ്, മ്യൂസിയങ്ങളിലാണ് നമ്മളത് സൂക്ഷിച്ച് വയ്ക്കുക. ദെൻ ഡ്രൈ ചെയ്ത് ലീഫിനെ നമ്മൾ പ്രിസർവ് ചെയ്ത് വയ്ക്കും. എവിടെയാ? യെസ്, ഹെർബേറിയത്തിലാണ് യൂസ് ചെയ്യുക. ഹെർബേറിയം ഇസ് എ സ്റ്റോർഡ് ഹൗസ് ഓഫ് സ്പെസിമെൻസ് ഓഫ് പ്ലാന്റ്സ് അല്ലേ. ഓക്കെ, അപ്പോൾ ടാക്സോണമിക് എയ്ഡ്സിന് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ്സ് ആൻഡ് റൈറ്റ് എ സ്യൂട്ടബിൾ ഫോർ ദ സെക്കൻഡ് പെയർ. ഫസ്റ്റിൽ എന്താ തന്നിട്ടുള്ളത്? ബൊട്ടാണിക്കൽ ഗാർഡൻ ആണ്. സോ ഇറ്റ്സ് അനദർ ടാക്സോണമിക്കൽ എയ്ഡ് അല്ലേ. ബൊട്ടാണിക്കൽ ഗാർഡനിൽ നമുക്ക് എന്താ കാണാൻ പറ്റുക? ലിവിങ് പ്ലാന്റ്സ് ആണ് കാണാൻ പറ്റുക. അപ്പോൾ ലിവിങ് എനിമൽസ് കാണുന്ന ടാക്സോണമിക് എയ്ഡ് ഏതാണ്? ഏതാ? യെസ്, നമ്മുടെ സൂസാണ്, സുവോളജിക്കൽ പാർക്ക്. സോ അത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. സോ ഈ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നമ്മുടെ എക്സാം പോയിന്റ് ഗൈഡിൽ നോക്കിയാൽ മതി. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും അത് ചെക്ക് ചെയ്യാം. ഓക്കെ.